ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട്, അവരാണ് അതിന്റെ പിന്നിൽ. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഞാനൊരു ഇടതുപക്ഷ ഉമ്മ താങ്കൾക്ക് തരുന്നതാണ്. നമസ്കാരം. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരപ്പന്തലിൽ ആശമാരുടെ അവകാശ പോരാട്ടം വർദ്ധിത വീര്യം കൈവരിച്ചിരിക്കുന്നു. വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി മാറിയ അലസിപ്പിരിഞ്ഞ ചർച്ചകൾക്കൊടുവിലാണ് വെയിലും മഴയും പരിഹാസവുമേറ്റ 39 നാളിലെ സമരക്കൂട്ടായ്മ നിരാഹാര പോരാട്ടത്തിലേക്ക് ചുവടുമാറിയിരിക്കുന്നത്. കണ്ണീരും വിയർപ്പും കലർന്ന വിളറിയ കണ്ണുകളുമായി നാടിന്റെ അമ്മമാരും സഹോദരിമാരും ഉറക്കെ വിളിച്ച മുദ്രാവാക്യങ്ങളോട് കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുഖം തിരിക്കാനാകില്ല. കാശിന്റെ കണക്കിൽ തട്ടി കേന്ദ്രവും കേരളവും രാഷ്ട്രീയ വാക്പോര് നടത്തുമ്പോൾ തെരുവിലെ നിലവിളികൾക്ക് സമാധാനം പറയാൻ ആര് വരും എന്നത് കാത്തിരുന്ന് കാണണം. കേന്ദ്രമന്ത്രിയുടെ കണക്കിലോ ആരോഗ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിലോ പ്രതീക്ഷ കാണാത്ത ആശമാരുടെ സമരം ആശയറ്റ പ്രതിരോധമാകുകയാണോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. സമരസമിതിയുടെ ശ്രീ എസ് മിനി, CPM-ൽ നിന്ന് ഡോക്ടർ എ സമ്പത്ത്, കോൺഗ്രസിലെ ശ്രീ നിജേഷ് അരവിന്ദ്, BJP-യിലെ ശ്രീ ഉല്ലാസ് ബാബു എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ നിജേഷ് അരവിന്ദ്, 39 ദിവസത്തെ ആശമാരുടെ സമരം നിരാഹാര സമരം എന്ന പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ആരോഗ്യമന്ത്രി ഡൽഹിയിലുണ്ട് ഇന്ന്. പറ്റുമെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പോംവഴികൾ തേടും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ നടക്കുന്ന ശ്രമങ്ങളോടൊന്നും തന്നെ ആശമാർക്ക് പ്രതിപത്തിയില്ല. കാരണം ഇതൊക്കെ ഈ സമരത്തെ ചെറുത്തു തോൽപ്പിക്കാനും സമരക്കാരുടെ കണ്ണിൽ പൊടിയിടാനുമുള്ള നീക്കങ്ങളായിട്ടാണ് അവർ കാണുന്നത്. ഈ സമരത്തിനെതിരെ ഭരണപക്ഷം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ചിലർ കൈകടത്തിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ പാട്ടപ്പെട്ടിയുമായി നടക്കുന്ന ഒരു സംഘടന പിന്നിലുണ്ട് എന്ന് പറയുന്നു. പണം കൊടുത്ത് ആളുകളെ കൊണ്ട് ഇരുത്തി സമരം ചെയ്യിക്കുകയാണെന്ന് പറയുന്നു. ഇന്ന് നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോൾ BJP-യും കോൺഗ്രസും കൈകോർത്ത് സമരപ്പന്തലിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇടപെടുന്നു എന്നൊക്കെയാണ് ആക്ഷേപം. ഈ പ്രശ്നത്തിൽ എന്താണ് പ്രതിപക്ഷം ഇനി സ്വീകരിക്കാൻ പോകുന്ന സമീപനം? കേരളം പരമാവധി ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യേണ്ടത് കേന്ദ്രമാണ് എന്ന സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ നിലപാടിനോട് എന്താണ് പ്രതിപക്ഷത്തിന്റെ സമീപനം? ഉജ്ജ്വലമായ ഒരു സമരമാണ് കേരളത്തിലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളത്. ഈ സമരം വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. കാരണം 39 ദിവസം കൊണ്ട് കേരളത്തിൽ അവഗണിച്ച, കളിയാക്കിയ, പരിഹസിച്ച, ആക്ഷേപിച്ച ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധി ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോയി. അത് ഏറ്റവും വലിയ വിജയമല്ലേ? 2 ദിവസം ചർച്ചയ്ക്ക് വിളിച്ചു, പ്രഹസനമാവട്ടെ, ചർച്ചയ്ക്ക് വിളിച്ചു, 10 മാനദണ്ഡങ്ങളെ എടുത്തുമാറ്റി. അത് വലിയ ചർച്ചയല്ലേ? കേന്ദ്രം പറഞ്ഞു ഇൻസെന്റീവ് കൂട്ടാം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. അത് വിജയമല്ലേ? അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലെ തൊഴിലാളി വർഗം ഒരു സമരത്തിന് വേണ്ടി മനസ്സുകൊണ്ട് അങ്ങ് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് കുഗ്രാമത്തിൽ പോയാലും അവിടുത്തെ ചർച്ച ആശാ വർക്കർമാരുടെ ചർച്ചയാണ്. അതുതന്നെ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയമല്ലേ? അതുകൊണ്ട് സമരം പരാജയമാണ് എന്നോ, സമരത്തിന് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചു എന്നോ, സമരത്തിന് ആരെയെങ്കിലും കളിയാക്കിയത് കൊണ്ട് എന്തെങ്കിലും പറ്റിപ്പോയോ എന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഒന്ന്. രണ്ടാമത്തത്, സമരം ആരംഭിച്ചത് ആശാ വർക്കർമാരാണ്. ആ സമരത്തിന് പിന്തുണ കൊടുത്തത് കേരളത്തിലെ മൊത്തം രാഷ്ട്രീയക്കാരാണ്. അതിൽ ഭരണപക്ഷക്കാരുണ്ട്, പ്രതിപക്ഷക്കാരുണ്ട്. പ്രതിപക്ഷം വളരെ കൃത്യമായിക്കൊണ്ട് ആ സമരത്തെ നോക്കിക്കണ്ടു, സമരത്തിന് പിന്തുണ കൊടുത്തു, സമരത്തെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നു. ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ കണ്ടു, ചർച്ച നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ചർച്ച നടത്തി വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിക്കാമെന്ന് വളരെ പരസ്യമായി പറഞ്ഞു.
കോൺഗ്രസിന്റെ UDF-ന്റെ നേതാക്കന്മാർ ഈ സമരത്തിനോടൊപ്പമുണ്ട്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാ ജില്ലകളിലും ഞങ്ങൾ സമരം നടത്തി. ഈ സമരത്തെ വഴിയിലിട്ട് പോകാനോ ഉപേക്ഷിക്കാനോ പ്രയാസപ്പെടുത്താനോ ഈ സമരം നേരത്തെ തന്നെ നിരാഹാര സമരം അനുഷ്ഠിച്ച സഹോദരിമാർ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും നിരാഹാര സമരം അനുഷ്ഠിച്ചിട്ടില്ല, പക്ഷെ പട്ടിണി കിടന്ന് ഞങ്ങൾക്ക് ശീലമുണ്ട് എന്ന് പറഞ്ഞ ഉജ്ജ്വലമായ അവരുടെ വാക്കുകളുണ്ട്. ആ വാക്ക് തന്നെയാണ് കേരളത്തിലെ സമര ചരിത്രത്തിലെ തങ്ക ലിപികളിൽ എഴുതപ്പെട്ട വാക്കുകൾ എന്ന് തന്നെയാണ് വിശ്വാസം. നമ്മൾ CPM സമ്പത്ത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. എന്നാലും ശ്രീ സമ്പത്തിനോട് ഒരു ചോദ്യം, ഇങ്ങനെ ആയിരുന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമരത്തിനെ നേരിട്ടിട്ടുള്ളത്? AKGയുടെ കഥ പറയാത്ത ഏതെങ്കിലും ഒരു പാർട്ടി ക്ലാസ് ഉണ്ടായിട്ടുണ്ട്? അല്ല ശ്രീ നിജേഷ്, നമുക്ക് അതിലേക്ക് വരാം. അതിനുവേണ്ടി ഈ ആശമാരുടെ സമരം പരിഹരിക്കാൻ വേണ്ടി ഒരു ആത്മാർത്ഥമായ ശ്രമം സർക്കാർ സ്വീകരിച്ചില്ല എന്ന ആക്ഷേപമാണോ താങ്കൾക്കുള്ളത്? ഇപ്പോൾ ഓണറേറിയം 21,000 രൂപയാക്കണം, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ അനുവദിക്കണം. ഇതാണ് ആശമാരുടെ പ്രതിനിധികൾ നേരത്തെ ഈ ഡോക്ടർ വിനയ് ഗോയലുമായി നടത്തിയ ചർച്ചയിലും അതിനുശേഷം ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലുമൊക്കെ ഉന്നയിച്ച ആവശ്യം. പക്ഷേ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിലവിലെ സാമ്പത്തിക നില കണക്കാക്കിക്കൊണ്ട് ഉടനടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല, പക്ഷേ ഭാവിയിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം എന്നാണ് അവർ നൽകിയ മറുപടി. അപ്പോൾ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒളിച്ചുകളി ഉണ്ട് എന്ന് പ്രതിപക്ഷത്തിന് ആക്ഷേപമുണ്ടോ? ഇപ്പോൾ കേന്ദ്രമാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുന്നു ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന് തുക കൈമാറിയിട്ടുണ്ട്, അത് വിനിയോഗിച്ചിട്ടില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. ഇതിലെവിടെയാണ് സംസ്ഥാന സർക്കാരിന് പിഴവ് സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണെന്ന ആരോപണം CPM ഉന്നയിക്കുന്നത്? സമരം തുടങ്ങിയ സമയത്ത് ഇടതുപക്ഷ നേതാക്കന്മാർ, CPM-ന്റെ നേതാക്കന്മാർ, എളമരങ്കരി മുതൽ EP ജയരാജൻ വരെയുള്ള ആളുകൾ, MP ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിനെ ആക്ഷേപിച്ചു. ഏതോ ചില ആളുകൾ വന്ന ദുഷ്ടലാക്കുമായി കലക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള സമരം എന്നൊക്കെ ആക്ഷേപിച്ചു. ആ സമരം 38ാമത്തെ ദിവസം എത്തിയപ്പോൾ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇവരുടെ സമരം ന്യായമാണ്, ഇവർക്ക് കൂട്ടിക്കൊടുക്കണം, അത് ഇപ്പോൾ ഇല്ലാത്തതാണ് എന്നാണ്. അപ്പൊ തന്നെ സമരം ജയിച്ചില്ലേ? CPM ആദ്യം പറഞ്ഞ, CITU ഈ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ, CITU പറഞ്ഞ, CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞ, CITUയുടെ നേതാക്കന്മാർ പറഞ്ഞ സമരത്തെ എതിർത്ത, ആക്ഷേപിച്ച, അപമാനിച്ച ആളുകൾ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് ആരോഗ്യമന്ത്രിയുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പൂർത്തീകരിച്ചില്ലേ? അതുകൊണ്ട് സമരം ന്യായമാണ് എന്നതിൽ യാതൊരു സംശയമില്ലല്ലോ. ആരോഗ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ പൈസ ഇല്ല, കാശില്ല, അതുകൊണ്ട് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഞാനതിന്റെ മറ്റ് സാമ്പത്തിക അവസ്ഥയിലേക്ക് പോകുന്നില്ല, അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് തന്നെ സമരത്തിന് വിജയമല്ലേ? ഇതുവരെ CPM-കാർ ആക്ഷേപിച്ചതൊക്കെ എടുത്തു വെക്കേണ്ട, മടിയിലേക്ക് വെക്കേണ്ട, വിഴുങ്ങേണ്ട സാഹചര്യമല്ലേ ഉള്ളത്? അതുകൊണ്ട് CPM മുന്നോട്ട് വെച്ച ആ തൊഴിലാളി വിരുദ്ധ സമീപനത്തെ അത് തെറ്റാണ് എന്ന് വീണ ജോർജിന്റെ ഒറ്റ പ്രസ്താവന കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ശരി, സമരസമിതിയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീമതി S. മിനിയാണ്. ശ്രീമതി മിനി, 38 ദിവസം കഴിഞ്ഞപ്പോൾ ദേശീയ ഹെൽത്ത് മിഷൻ NHM-ന്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുമായി ഒരു ചർച്ചയുണ്ടായി. അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഒരു ചർച്ചയുണ്ടായി. ഈ ചർച്ചയിലൊന്നും ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലുണ്ട്. ഒരുപക്ഷെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായേക്കാം. ആശമാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത്? ഇതിൽ കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങളെയാണോ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നത്, അതോ സാമ്പത്തിക ഞെരുക്കമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഇപ്പോൾ പണം നൽകാൻ കഴിയില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെയാണോ? ഏതിനെയാണ് ആശമാർ വിശ്വാസത്തിലെടുക്കുന്നത്? എന്തുകൊണ്ട്? ഞങ്ങളിത് പൊടുന്നനെ തുടങ്ങിയൊരു സമരമായിട്ട് ഇതിനെ കാണരുത്. കഴിഞ്ഞ ദീർഘനാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഭാഗമാണ്. ജനുവരി മാസത്തിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം നടത്തുകയും മന്ത്രിയെ കാണുകയും പ്രീ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുകയും NHM ഡയറക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ബഡ്ജറ്റിന് ശേഷം യാതൊരു നടപടി എടുക്കാതെ വന്നൊരു സാഹചര്യത്തിൽ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഞങ്ങളതിൻ്റെ കടന്ന ഉടനെ തന്നെ മന്ത്രിയെ കണ്ടിരുന്നു, ഞങ്ങൾ ചർച്ച ചെയ്തു. ചർച്ച കഴിഞ്ഞ് 4-ാം ദിവസം NHM ഡയറക്ടർ വീണ്ടും ഞങ്ങളെ മീറ്റിങ്ങിന് വിളിച്ചു. അവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കേട്ടു, ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ശരിയാണ്, നയപരമായ കാര്യമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. പക്ഷേ NHM ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങൾ പങ്കെടുത്തു. വീണ്ടും 38ാമത്തെ ദിവസം വീണ്ടും NHM ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു. 25 ദിവസം മുമ്പ് നടന്ന അതേ കാര്യം വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞു. പിന്നെ മന്ത്രി വിളിക്കുകയാണ്. മന്ത്രി വിളിച്ചിട്ടും ഫെബ്രുവരി 15-ാം തീയതി പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. എന്നിട്ട് പറയാണ് നിങ്ങൾ പിരിഞ്ഞു പോകണം. ഇതാണോ ഒരു മന്ത്രി വിളിച്ച് ചർച്ച ചെയ്യേണ്ടുന്നത്? അപ്പോൾ ധനകാര്യ വകുപ്പുമായിട്ട്, മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച നടത്തി
ഒരു തീരുമാനത്തിലെത്തിയിട്ട് സമരക്കാരെ വിളിച്ചിരുത്തി അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം പരിഗണിക്കാൻ പറ്റും എന്ന് പറയുന്നതിന് പകരം എന്താണ് അവിടെ നടന്നത്? സമരസമിതിയിലെ ആളുകൾക്ക് കിട്ടിയ ഓണറേറിയം ഇൻസെൻറ്റീവ് കഴിഞ്ഞ മാസത്തേത് എത്രയാണെന്ന് രേഖകളെടുത്ത് പച്ച മഷി കൊണ്ട് വരച്ചു വെച്ച് അതവിടെ എടുത്ത് വായിക്കുകയും ഇന്ന് സൈബർ ഇടങ്ങളിൽ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. KP റോസമ്മയ്ക്ക് എത്ര രൂപ ഓണറേറിയം ഇൻസെൻറ്റീവ് കിട്ടി? നമ്മൾ ഓർക്കണം, ഇത് രണ്ടും കൂടെ ഒന്നിച്ചല്ല കിട്ടുന്നത്. ഇത് പ്രതിമാസം കിട്ടുകയല്ല. ഇത് ഒരു മാസത്തെ ഓണറേറിയം കിട്ടി, പിന്നെ ഒരു മാസം കഴിയുമ്പോഴാണ് തുച്ഛമായ ഇൻസെൻറ്റീവ് കിട്ടുന്നത്. അപ്പോഴും നമ്മളതിനൊരു പ്രതിമാസ തുകയായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് സൈബർ ഇടത്തിൽ കൊടുക്കുന്നു എന്ന് മാത്രവുമല്ല, എല്ലാ ദിവസവും ആക്ഷേപിക്കുന്നു. നിങ്ങൾ സമരക്കാർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം, അതിൻ്റെ ന്യായയുക്തത പരിശോധിക്കുന്നതിന് പകരം സമരസമിതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, പരിഹസിക്കുക, ആക്ഷേപിക്കുക, പുച്ഛിക്കുക, അശ്ലീലം പറയുക. ആരാ പറയുന്നത്? താഴെത്തട്ടിലുള്ള ആളുകളല്ല പറയുന്നത്. ഉയർന്ന നേതാക്കൾ, പാർട്ടിയിലെ ഉയർന്ന നേതാക്കൾ, CIT യൂണിയൻ്റെ ഉയർന്ന നേതാക്കൾ പറയുക. ഒരു നടപടി എടുക്കുന്നില്ല. എന്താ, വനിതാ കമ്മീഷനില്ലേ? ഞങ്ങൾ പരാതി കൊടുത്തിട്ട് എത്ര ദിവസമായി വനിതാ കമ്മീഷന്? ഒരക്ഷരം മിണ്ടിയോ? ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ എന്താണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോൾ സമരം ചെയ്യുന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ നടക്കുകയാണ്. നാണമില്ലേ? ഒരു ഡിമാൻഡ് വെക്കുമ്പോൾ ആ ഡിമാൻഡ് ചർച്ച ചെയ്യുന്നതിന് പകരം അതിനകത്ത് എത്ര പേര് അത് ഉന്നയിച്ചിട്ടുണ്ടെന്ന് കണക്കെടുക്കാൻ നടക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ നടക്കുന്നത് എന്താണെന്നറിയോ? CIT നേതാക്കന്മാർ വീടുകൾ കയറി ഇറങ്ങാൻ നാണക്കേടല്ലേ? ആശാ വർക്കർമാരുടെ വീടുകൾ കയറി ഇറങ്ങിക്കിട്ട് പറയുന്നു, നാളെ പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് സമരമുണ്ട്, നിങ്ങളതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് എല്ലാം പരിഹരിച്ചു തരാം, നിങ്ങൾക്ക് ഓണറേറിയം കൂട്ടിത്തരാം, നിങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനുമായിട്ട് സഹകരിക്കേണ്ട കാര്യമില്ല. എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് സമരസമിതിക്ക് തുടക്കം മുതൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. റിട്ടയർമെൻറ്റ് പ്രായവും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും നിശ്ചയിക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെയാണ്. പിന്നെ കേരളത്തിൽ എന്താ പ്രത്യേകത? കേരളം നമ്പർ 1 ആയതുകൊണ്ടാണോ പറ്റാത്തത്? ആ നമ്പർ 1 കയ്യിൽ വെച്ചിരുന്നത്, ഒരു നമ്പർ 1 ഇല്ല. നമ്മൾ ചർച്ച ചെയ്യുന്നു, കേന്ദ്രവുമായിട്ട് ലൈസൻസ് ഉണ്ടാക്കാനല്ലേ തോമസ് മാഷ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമ്പത്ത് സാറും അതിന് വേണ്ടിയിട്ടല്ലേ നേരത്തെ ഇരുന്നത്. എന്തായിട്ട് സംഭവിച്ചത്? ഇപ്പോൾ മുഖ്യമന്ത്രി പോയി, എന്താ സംഭവിച്ചു? ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി പോകുന്നു, എന്താ സംഭവിക്കുന്നു? അപ്പോൾ ആളുകളെ ഇങ്ങനെ ഇരുട്ടത്ത് നിർത്തുക, പൊതുസമൂഹത്തെ മുഴുവൻ കാപട്യക്കാരാക്കി മാറ്റുക. എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ? എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇകഴ്ത്തപ്പെടുന്നത്? ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് തുരുത്ത് നിലനിൽക്കണം. രാജ്യം വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുരുത്തിനെങ്കിലും നിലനിർത്താൻ ശ്രമിക്കണം. നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത്, കാപട്യം പറയുന്നത്, വസ്തുതകൾ മറച്ചു വയ്ക്കുന്നത്? സൈബർ ആക്രമണം കൊണ്ട് തകർന്നു പോകുന്നതാണോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ? നിങ്ങൾ സൈബർ ശ്രീമതി മിനി, രണ്ട് കാര്യങ്ങളാണ്. 26,000-ത്തോളം ആശമാരാണ് സംസ്ഥാനത്തുള്ളത്. 450 പേര് മാത്രമാണ് സമരരംഗത്തുള്ളതെന്നും അത് തന്നെ ആളുകൾ പണം കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു സാധാരണക്കാരായ ആളുകളെ കൊണ്ടുവന്ന് സർക്കാരിനെതിരെ തിരിച്ചിരിക്കുന്നു. ഇതായിരുന്നു വിജയരാഘവനെ പോലുള്ളവർ ഉന്നയിച്ച ആക്ഷേപം. അത് നമുക്ക് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പരിഹസിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഈ ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ, ഒരു മിനിറ്റ് ശ്രീമതി ബിനി, ഞാൻ മുഴുമിപ്പിക്കാം. ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ 2023-24 സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ ഒറ്റ രൂപ പോലും തന്നില്ല, എന്നിട്ടും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല. അപ്പോൾ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. പക്ഷേ അതിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു പിന്തുണ കിട്ടുന്നില്ല എന്നാണ്. സുരേഷ് ഗോപി സമരപ്പന്തലിൽ വന്നപ്പോൾ പറഞ്ഞത് നദ്ദയിൽ നിന്ന് നേരിട്ട് ആ വിവരങ്ങൾ ശേഖരിച്ച് ഞാനാണ് പത്രങ്ങൾക്ക് കൊടുത്തതെന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, സംസ്ഥാന സർക്കാരിനെ അവിശ്വസിക്കുകയും കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുകയുമാണോ ആശമാർ ചെയ്യുന്നത്? അതല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിക്കുകയാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതായത് ഈ 2023-24 കാലഘട്ടത്തിൽ ബ്രാൻഡിങ്ങുമായി ഉണ്ടായ വിഷയം എല്ലാ ആളുകൾക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, അതിനു മുമ്പ് ഇവിടെ കൃത്യമായി എത്ര തുച്ഛമായിരുന്നെങ്കിൽ പോലും അതിനു മുമ്പ് കൃത്യമായി ആശാവർക്കർമാർക്ക് ഓണററി ഇൻസെൻറ്റീവ് നൽകിയിരുന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ രേഖയും കൂടെ കാണിക്കട്ടെ. 6-7 മാസം കൂടുമ്പോൾ ഞങ്ങൾ സമരം നടത്തുമ്പോൾ 1-2 മാസത്തത് കൊടുക്കും. ഇതല്ലേ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഇവരിപ്പോൾ ഈ 23-24 കണക്കും ബ്രാൻഡിങ് ഇത് ആരെ പറ്റിക്കാനാണ് പറയുന്നത്? നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമയബന്ധിതമായി അതത് മാസം പണിയെടുത്തതിൻ്റെ കൂലി കൊടുത്തിട്ടില്ല. 7,000 രൂപയായപ്പോൾ 232 രൂപ.
6000 രൂപയായിരുന്നപ്പോൾ എത്രയായിരുന്നു? 5000 ആയിരുന്നപ്പോൾ 4000 ആയിരുന്നപ്പോൾ? ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കണക്കല്ലേ? ഇതൊന്നും നടന്ന സംഭവങ്ങളേ അല്ല. ഇതൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് ഇപ്പോൾ കണക്കെടുക്കുകയാണ്. ഇവർ ശതമാനം വെച്ചിട്ടാണോ ഒരാളുടെ നിശ്ചയിക്കുന്നത്? ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി വന്നൊരു അന്യായം പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരു ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇത് എല്ലാവരുടേതുമാണ്. ഇവരെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കുറച്ച് CI2കാരുടെ സർക്കാർ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്? സർക്കാരും പാർട്ടിയും ഇതുള്ള വേർതിരിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയാണ് സർക്കാർ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് സമരക്കാരെ ആക്ഷേപിക്കാനും പുച്ഛിക്കാനും മുതിരുന്നത്. ഞങ്ങൾ സർക്കാരാണ്, ജനങ്ങളുടെ തിരഞ്ഞെടുത്ത സർക്കാരാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ഈ സമരം 39 ദിവസം കടന്നു പോകില്ല. അതല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ ഈ വിരട്ടലും പരിപാടിയൊക്കെ ഇനി ഇങ്ങോട്ട് വേണ്ട. കേരള സമൂഹത്തിന് മനസ്സിലാവുകയാണ്. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് ഇങ്ങനെ ഇടതുപക്ഷ നേതാക്കളെ ഇരുട്ട് നിർത്തുന്നതിൽ, അവർ വന്നിങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ കള്ളം പറയുന്നതിൽ. ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ വേറെ കണക്ക് അടിച്ചു വെച്ചിരിക്കുന്നു. ദേശാഭിമാനിയിൽ ഒന്ന് പറയുന്നു, CI2 ഇതിനൊരു ഏകീകരണ സ്വഭാവം വേണ്ടേ? അപ്പോൾ പറയുമ്പോൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി കള്ളമാണെങ്കിൽ പോലും അത് അച്ചടിച്ച് അതും കൂടെ താഴേക്ക് കൊടുക്കണം. ശരി ശരി ശ്രീമതി ബിനി, ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഡോക്ടർ സമ്പത്ത് നമ്മളോടൊപ്പം ഉണ്ട്, ഉല്ലാസ് ബാബു ഉണ്ട്. അവരിലേക്ക് ഞാൻ പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരാം. ഡോക്ടർ സമ്പത്ത്, ആശമാരുടെ സമരത്തെ ഒരു ഇടതുപക്ഷ സർക്കാർ, അതായത് സമരവും ഭരണവും എന്ന ആശയവുമായി സർക്കാർ രൂപപ്പെട്ട ഇടതുപക്ഷ സർക്കാർ ഈ സമരത്തെ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചതെന്നും എന്തായിരുന്നു ആ സമരത്തിനോടുള്ള സമീപനം എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഘട്ടമാണ്. ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, ഈ ആശമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കാത്തതിന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ നൈതികതയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് നിരാഹാര സമരത്തിലേക്ക് 39 ദിവസത്തിന് ശേഷം ആശമാർ കടന്നപ്പോൾ ആ സമരത്തിന് പിന്തുണ നൽകി അത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ KG താര അതിലെ സമരാംഗത്തെ വാരിപ്പുണർന്ന് ഇടതുപക്ഷ ഉമ്മ കൊടുത്തുകൊണ്ടാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത്. അതായത് ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സമരവും ഈ പ്രതിരോധവും ഈ അവകാശ പോരാട്ടവും തുടരും എന്ന സന്ദേശമാണ് അതിലൂടെ വന്നത്. പക്ഷേ എങ്ങനെയാണ് CPM-ലെ മുതിർന്ന നേതാക്കൾ ഈ സമരത്തെ ചിത്രീകരിച്ചത്? ഡോക്ടർ സമ്പത്ത്, താങ്കളെ പോലുള്ള ആൾ അതിനോട് യോജിക്കുന്നുണ്ടോ? പാട്ട കൊട്ടുന്ന സംഘടനകൾ നൽകിയ പിന്തുണയിൽ എന്നാണ്. പിന്നെ വിജയരാഘവനെ പോലുള്ളവർ പറഞ്ഞത് പണം കൊടുത്ത് ആളെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നു, ഇവർ ആശമാരല്ല എന്നാണ്. അതിനെല്ലാം ശേഷം ഇവരുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ചർച്ച നടക്കുന്നു. ചർച്ച നടക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നു, ഇതൊന്നും ഞങ്ങളുടെ കയ്യിലുള്ളതല്ല, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണെന്ന്. കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുന്നു, ഞങ്ങൾ പണമെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ ജോർജിനോട് ചോദിക്കുമ്പോൾ വീണ പറഞ്ഞ മറുപടി, ഞാൻ എല്ലാ വിവരങ്ങളും നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തുകൊണ്ടാണ് ആശമാരുടെ സമരത്തെ അധിക്ഷേപിക്കാനും അവരുടെ അവകാശങ്ങൾ ന്യായമാണ് എന്ന് തോന്നാത്ത തരത്തിൽ അതിനോട് പ്രതികരിക്കാനും ഇടതുപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത്? ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഡോക്ടർ സമ്പത്ത്? ഗോപികൃഷ്ണൻ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ നിജേഷും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യായ സഹോദരി മിനിയും രണ്ടുപേരും വർത്തമാനം പറഞ്ഞു. നമ്മുടെ ഈ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ 17 മിനിറ്റായി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അനുവദിച്ച സമയം പോലും ഞാൻ എടുക്കാതെ ഒരു കാര്യം ഞാൻ പറയാം. നിജേഷ് മഹാനായ AKG കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്നലെ മാർച്ച് 19-ന് VMS-ൻ്റെ ചരമദിനമായിരുന്നു. ഞാൻ ഗോപികൃഷ്ണൻ്റെ തന്നെ ഒരു ഡിസ്കഷനിൽ ഞാൻ ഇന്നലെ പങ്കെടുത്തതാണ്. നിജേഷ് പറഞ്ഞൊരു വാചകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ. നിജേഷിൻ്റെ നേതാക്കന്മാർ ഈ കേരളം ഭരിച്ചിരുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയെ പോലെ തന്നെ ഞാനും അത്തരത്തിലേറ്റ മർദ്ദനത്തെ തുടർന്ന് ക്ഷതമേറ്റതിനെ തുടർന്ന് ഈ പ്രായത്തിലാണ് ഞാൻ ചികിത്സയ്ക്ക് പോകേണ്ടതായി വന്നത്. ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു രാവും പകലും. ഞാൻ അങ്ങനെയുള്ള ആ ചികിത്സ 2-3 ആഴ്ച തുടരേണ്ടതായിട്ടുള്ള ചികിത്സയുടെ ഇടയിൽ ഇന്ന് 24 ന്യൂസിൻ്റേത് ഗോപീകൃഷ്ണൻ്റേതായിട്ടുള്ള ഈ ചർച്ച എൻ്റെ പാർട്ടിയിൽ നിന്ന് ചുമതലപ്പെടുത്തിയ അനുസരിച്ച് ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ വാസ്തവത്തിൽ എൻ്റെ ഡോക്ടറുടെ അനുമതി കൂടാതെ എനിക്ക് അങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ പോലും കഴിയില്ല. ഞാനിവിടെ മിനി പറഞ്ഞത് ആ കണ്ണാടി ഞാൻ മിനിക്ക് തന്നെ തിരിച്ചു വെച്ചു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? മനസ്സിൽ നിന്ന് വല്ലാതെ പുച്ഛവും അത്തരത്തിൽ മറ്റുള്ളവരോടെല്ലാം തന്നെ അത് തങ്ങൾക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ അത് നോവും എന്ന്. അങ്ങനെയല്ല, കേരളത്തിലെ ആരോഗ്യ മന്ത്രിക്കെതിരായി പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയുള്ള നിലയിലേക്കുള്ള കാര്യങ്ങൾ. ഈ MTയുടെ ഒരു വാചകമുണ്ടല്ലോ ഗോപികൃഷ്ണ, സ്വന്തം രക്തവും മാംസവും ആകുമ്പോൾ ജീർണവസ്ത്രങ്ങളോട് ഉപമ നാം മറന്നിടുന്നു എന്നുള്ളത് പോലെ ഇവിടെ ആശമാരുടെ സമരം എന്നുള്ളത് കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഏറ്റവും വലിയ സംഘടന ഏതാ?
ഈ ആശമാരുടെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 1 കോടി ആളുകളാണ്, 1 കോടി മനുഷ്യരാണ് ആശാ വർക്കർമാരായി പണിയെടുക്കുന്നത് അല്ലേ? ആ 1 കോടി ആളുകൾ പണിയെടുക്കുന്നതിൽ 2024 ആണ്ട് ജൂലൈ മാസത്തിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ദേശവ്യാപകമായി ഒരു ഡിമാൻഡ്സ് ഡേ ആചരിക്കുകയുണ്ടായി. ആ ഡിമാൻഡ്സ് ഡേയിൽ ആശാ വർക്കർമാർ മാത്രമല്ല, അംഗനവാടി വർക്കർമാർ മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്കീം വർക്കേഴ്സ് എല്ലാം അതിൽ പങ്കെടുക്കുകയുണ്ടായി. പണിമുടക്കിലേക്കല്ല അവർ പോയത്. പണിമുടക്ക് പിന്നീട് ഇനിയിപ്പോൾ പണിമുടക്ക് വീണ്ടും വരാൻ പോവുകയാണ്. ഈ മെയ് മാസം 20-ാം തീയതി ദേശവ്യാപകമായൊരു പണിമുടക്ക് നടക്കാൻ പോവുകയാണ്. INTUCയും STUവും ഉൾപ്പെടെയുള്ള വിവിധ ട്രേഡ് യൂണിയനുകൾ, കേന്ദ്ര സംസ്ഥാന ട്രേഡ് യൂണിയനുകൾ, CITUവും AITUസും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ മാത്രമല്ല അതിൽ പങ്കെടുക്കാനായി പോകുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ആശമാരുടെ സമരം എന്നുള്ള നിലയിലേക്ക് ഈ ആശാ വർക്കർമാർ കേരളത്തിൽ ഏതാണ്ട് 26,000-അപ്പുറമുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഈ മേഖലയിൽ പൂർണ്ണമായി ഇടപെട്ട് നിൽക്കുന്ന ഒരാളല്ല. ഞാൻ CITUവിൻ്റെ ഒരു വിവിധ യൂണിയനുകളുടെ ഒരു ഭാരവാഹി തന്നെയാണ്. CITUവുമായി വളരെ ചെറിയ പ്രായത്തിലെ ബന്ധപ്പെട്ടയാളാണ്. CITUവിൻ്റെ നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്, അവർ തൊഴിലാളികളുടെ വീട് സന്ദർശിച്ച് അവരോട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് നടക്കുകയാണ് എന്ന്. എന്താ ഭവന സന്ദർശനം അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലയോ, പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലയോ? ഈ സമരം ആർക്കെതിരായിട്ടാണ് നടത്തുന്നത്? 2005-2006 അല്ലേ ഈ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീം വന്നത്? ഈ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളെ സംബന്ധിച്ച് മുമ്പ് ഗോപികൃഷ്ണൻ തന്നെ ചർച്ച നടത്തിയിട്ടുള്ളപ്പോൾ നമുക്കറിയാമല്ലോ. ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളടക്കം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞത് എന്താ? സ്കീമുകൾ തുടങ്ങുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആദ്യം ഇത് എങ്ങനെ, ചില സ്കീമുകളിൽ 80:20 എന്ന് പറയും, ചിലതിൽ 60:40 എന്ന് പറയും. പിന്നെ ഇത് കഴിയുമ്പോൾ ഇത് നേരെ ടിൽറ്റ് ചെയ്യുകയാണ്. ഒടുവിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേത്, ഞാൻ കേന്ദ്ര ഗവൺമെൻറ് എന്നൊന്നും പറയുകയില്ല, യൂണിയൻ ഗവൺമെൻറ് 20:80 എന്നുള്ള നിലയിലേക്കും ഒടുവിൽ ഇത് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും. ഇതാണല്ലോ നടത്തുക. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം, 21,000 രൂപയായി പ്രതിമാസം അവരുടേതായ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നതാണ് CITU ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം. ആരുടേതാണ്? ഇപ്പറയുന്നതായ ഇത് സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീം, അതിന് അത്തരത്തിൽ നൽകേണ്ടത് ആരാണ് നൽകേണ്ടത്? ഇന്ത്യ ഗവൺമെൻറ്റാണ് നൽകേണ്ടത്. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നുണ്ടോ? നൽകുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഞാനതിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനെ സംബന്ധിച്ച് പല ആളുകളും ഞാനിപ്പോൾ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അവരെ ഇകഴ്ത്തുവാനോ ഒന്നും ഞാൻ ഈ വേള ഉപയോഗിക്കുന്നില്ല. അവരെടുത്തിട്ടുള്ള നിലപാടിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അവരെ ആ സമരം അവസാനിപ്പിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് അവരോട് ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഏത് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വന്നാലും അല്ല കോൺഗ്രസിൻ്റെ നേതാക്കൾ വന്നാലും BJP നേതാക്കൾ വന്നാലും യൂണിയൻ സഹമന്ത്രിമാരടക്കം അത്തരത്തിൽ വരിക എന്നുള്ളത്, യൂണിയൻ സഹമന്ത്രിമാർ അത്തരത്തിൽ ഇങ്ങനെ വന്നിട്ട് ഒരു സംസ്ഥാന സർക്കാരിനെതിരായി ആരെങ്കിലും സമരം നടത്തുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള വേഷം കെട്ടി ആടലാണോ നടത്തേണ്ടത്? ഇൻവെർട്ടഡ് കോമയിൽ ഞാൻ അത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഗോപികൃഷ്ണൻ ചോദിച്ചൊരു ചോദ്യം, ഇടതുപക്ഷക്കാരായ ചില ആളുകൾ അത്തരത്തിൽ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് യശസ്വരീയനായ സീതാറാം യെച്ചൂരിയുടെ ഒരു വാചകം ഞാൻ കടമെടുത്തോട്ടോ ഗോപികൃഷ്ണൻ. ഇഫ് എ പേഴ്സൺ become extreme leftist, if a person becomes extreme leftist, that person lands as a far rightist. അങ്ങേയറ്റത്തെ ഇടതുപക്ഷ തീവ്രവാദിയായി ഒരാൾ മാറുന്നുവെങ്കിൽ അങ്ങേയറ്റത്തെ വലതുപക്ഷവാദിയായി അയാൾ അവസാനിക്കും എന്നുള്ളത്. ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ ഇവരുടേതായ ട്രെയിനിങ്ങും മറ്റുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മെറ്റേണിറ്റി ലീവിൽ പോയിട്ടുള്ളവർ, ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആളുകൾ, മറ്റ് ചികിത്സാർത്ഥം പോയിട്ടുള്ള ആളുകൾ അല്ല. ഇവിടെ ഇപ്പോൾ 450 അല്ല, ഇനി 500 എന്നല്ല, അതിൽ കൂടുതലാണ് എന്ന് സമരസമിതിക്കാർ പറഞ്ഞോട്ടെ. ഇത്തരം കാര്യങ്ങളിൽ ഈ സമരം ആർക്കെതിരായിട്ടാണ്? ഇവിടെ തന്നെ ഉള്ളതിൽ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നും ഡൽഹിയിൽ അവർ പറയുകയുണ്ടായാലോ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിനെ സംബന്ധിച്ച്. ഇന്ത്യയിൽ നടക്കുന്നതായിട്ടുള്ള ഇത്തരത്തിൽ ഇവർക്ക് കിട്ടേണ്ട പ്രതിഫലം, അത് ഓണറേറിയം ഇൻസെൻറ്റീവ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ്. അതിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്നുള്ള നിലയിലേക്ക് തന്നെ ഇക്കാര്യത്തിൽ അവരുടെ ഇൻസെൻറ്റീവിൻ്റെ 40% വരുമെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്നതായിട്ടുള്ള പണത്തിനെ സംബന്ധിച്ച്, അവർക്ക് കിട്ടിയതല്ലെങ്കിൽ കിട്ടുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നാൽ അതെന്തോ അപരാധമാണ് എന്നുള്ള നിലയിലേക്ക് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള നിലയിലേക്കുള്ളത്. ഇവിടെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഓണറേറിയം ഒരാൾക്ക്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ തൊപ്പിയെടുത്തറിയുന്നെങ്കിൽ ആരും തലകൊണ്ട് ദയവായി കാണിക്കണ്ട. 7,000 രൂപ ഓണറേറിയം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണല്ലോ. ഇൻസെൻറ്റീവ് 5,260, അതിൽ 40% സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ്. അതായത് 12,260 രൂപ. ഇനി സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ തന്നെ ആവട്ടെ, ഓണറേറിയം 7,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം പ്രതിമാസമാണ്. ഇൻസെൻറ്റീവ് 3,690 രൂപ, അതിൽ 40% സംസ്ഥാന സർക്കാർ വിഹിതം ആണല്ലോ.
ഇത് വർദ്ധിപ്പിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് നിലപാടെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇനി ഇന്ത്യ ഗവൺമെൻറ് നൽകിയെന്ന് പറയുന്നത്, ഇന്ത്യ ഗവൺമെൻറ് നൽകിയെന്ന് പറയുന്നതിനകത്തുള്ളത്, അവർ നൽകിയെന്ന് പറയുന്നു, ഇത് നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിന് സഹായം നൽകിയെന്ന് പല ആളുകളും കൊട്ടിഘോഷിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിലെല്ലാം സഹായം നൽകിയതുപോലെ കേരളത്തിന് നൽകിയെന്ന്, വായ്പയായി നൽകി. ആ വായ്പ മാർച്ച് 31-നകം വിനിയോഗിച്ചു കൊള്ളണം എന്നുള്ള നിലയിലേക്ക്. എങ്ങനെ ഇത് ഈ നമുക്ക് കഴിക്കാനായി അത്തരത്തിൽ നൽകുന്നു, കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ, അതായത് കേന്ദ്ര സർക്കാർ പറഞ്ഞ കണക്ക് തെറ്റാണ് എന്ന് ഡോക്ടർ സമ്പത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ താങ്കൾ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി അത് പറയുന്നത്, അല്ലേ? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, ഞാൻ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും പറയില്ല, ഗോപീഷ് അങ്ങനെ പറഞ്ഞു, യൂണിയൻ ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. കേരളീയനല്ലാത്ത RJDയുടെ MP തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഖണ്ഡിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും വാസ്തവത്തിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളും വാസ്തവത്തിൽ നമ്മുടെ വികസന പ്രക്രിയകളെ അട്ടിമറിക്കുന്നതാണ്. ഫൈനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ മുതൽ അത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ നിതി ആയോഗിന്റെ റാങ്കിങ്ങിൽ മുമ്പിൽ. ശരി ഡോക്ടർ സമ്പത്ത്, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഈ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഡോക്ടർ സമ്പത്ത് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആശമാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും പക്ഷെ അതിപ്പോൾ പരിഗണിക്കാൻ കഴിയാത്തതിന് കാരണം സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതിയാണെന്നുമാണ് വീണ ജോർജ് പറഞ്ഞതായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ലക്ഷക്കണക്കിന് രൂപയായി വർദ്ധിപ്പിക്കുമ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊരു തടസ്സമായില്ലേ? കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണല്ലോ ആ വിഷയങ്ങളൊക്കെ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ്റെ അംഗങ്ങളുടെ അവരുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണോ PSC അംഗങ്ങളുടെയും ചെയർമാൻ്റെയും ശമ്പളം വർദ്ധിപ്പിച്ചത്? ആണോ ഗോപീഷ? കയ്യിൽ ഡാറ്റ ഉണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെ നിയോഗിച്ചതായിട്ടുള്ളൊരു കമ്മീഷനുണ്ട്, അല്ലേ? നമ്മൾ ജുഡീഷ്യൽ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കേരളത്തിൽ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന കാര്യം കൂടി മറന്നു പോകരുത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മിണ്ടാട്ടമില്ലാതെ ഇരിക്കേണ്ട കാര്യമില്ല. അത് ഭരണഘടനാ സ്ഥാപനമാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ശമ്പളം അലവൻസ് വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കേണ്ട, അത് ഭരണഘടനാ സ്ഥാപനമാണ്. രാഷ്ട്രപതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് പോലെ ഇതും ഒരു ഭരണഘടനാ സ്ഥാപനം. താങ്കൾക്ക് വേണമെങ്കിൽ എനിക്ക് തിരുത്താം, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മാൻഡേറ്ററി ആണ് എന്നും അത് സർക്കാരിന് വേണമെങ്കിൽ അത് നീട്ടിവെക്കുകയോ പിന്നീട് പരിഗണിക്കുകയോ ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സർക്കാരിന് വേണമെങ്കിൽ നിങ്ങൾക്കെല്ലാം നൽകുന്ന പരസ്യത്തിൻ്റെ പണം നൽകുന്നത് യഥാസമയം നൽകാതെ അത് വേണമെങ്കിൽ അടുത്ത ഗവൺമെൻറ്റിലേക്ക് മാറ്റിവെക്കാം. വെച്ചൂടെ ഗോപീഷ? അങ്ങനെയും ചെയ്തുകൂടെ? ഇവിടെ ഞാൻ ചോദിച്ചത് ഹൂസ് ചൈൽഡ് ഇസ് ദിസ്? ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന 2005-2006 കൊണ്ടുവന്നതായിട്ടുള്ള വിവിധ സ്കീമുകളിൽ ഒരു സ്കീമാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ അവർ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ നൽകണമെന്നുള്ള നിലയിലേക്ക്, അവർക്ക് 21,000 രൂപ പ്രതിമാസം അത്തരത്തിൽ അവർക്ക് ശമ്പളം നൽകണമെന്നുള്ള നിലയിലേക്ക് അവരെ ഇന്ത്യ ഗവൺമെൻറ് തൊഴിലാളിയായി അംഗീകരിക്കുന്നില്ലല്ലോ. അംഗീകരിക്കണമെന്നാണല്ലോ നമ്മുടെ ആവശ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം പണിയെടുക്കുന്ന ആളുകളെ അവർ പുരുഷന്മാർ വളരെ കുറവാണ്, സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷം. ആ സ്ത്രീകളുടെ കൈകളിലേക്ക് അങ്ങനെ പണം എത്തട്ടെ. കേരളത്തിലടക്കം 1 കോടി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. മിണ്ടാട്ടമില്ല. ഞങ്ങളാണ് ആശമാർ, ഞങ്ങളാണ് ഇവരുടെ എല്ലാം കാര്യങ്ങൾ പറയേണ്ടത്. വേറെ ആരും പറയേണ്ടതായിട്ടില്ല. CATU പറയാൻ പാടില്ല, INTUC പറയാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരു ട്രേഡ് യൂണിയനും പറയാൻ പാടില്ല. ഞങ്ങൾ മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് ഇനി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരടക്കമുള്ളവരും അവരെക്കാൾ മത്സരിച്ചിട്ട് വാവിനേക്കാൾ വലിയ പൈനാങ്കി എന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറയും. BJPയുടെ നേതാക്കൾക്കും എല്ലാം വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ അങ്ങനെ വരാം. അവരുടേതായിട്ടുള്ള ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഒന്നിലേറെ തവണ മന്ത്രിമാർ വന്നല്ലോ. എവിടെ കൊണ്ടുവന്നു അത്തരത്തിലുള്ള ഉത്തരവിനെ സംബന്ധിച്ച്? അവരെല്ലാം അത്തരത്തിൽ കെട്ടിപ്പിടിക്കുക, ആശ്ലേഷിക്കുക, അത്തരം കാര്യങ്ങളെല്ലാം ആയിക്കോട്ടെ. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ശരി ഡോക്ടർ സമ്പത്ത്, ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം. ഈ സമരം ഇന്ത്യ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാനാണ് നടത്തേണ്ടത്. ശരി ഉല്ലാസ് ബാബു, ഹൂസ് ചൈൽഡ് ഈസ് ദിസ് എന്നതാണ് ഇതുവരെ ഡോക്ടർ സമ്പത്ത് സംസാരിച്ചതിൽ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും ഷാർപ്പായിട്ട് ഉന്നയിച്ച ഒരു ചോദ്യം. ഇത് ആരുടെ സന്തതിയാണ്? ആരാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്? കേന്ദ്ര സർക്കാർ നൽകിയ തുക എന്നതാണെങ്കിൽ ആ തുക കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന നിലയ്ക്കാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എല്ലാ വിവരങ്ങളും നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മറ്റ് കണക്കുകളിലേക്ക് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞില്ല പ്രതികരണങ്ങൾ ചോദിച്ചപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമോ? കേന്ദ്രം നൽകേണ്ട വിഹിതം ഇപ്പോൾ
23-24 വിഹിതം നൽകാതിരുന്നിട്ട് പോലും ഒറ്റ രൂപ കൊടുക്കാതിരുന്നിട്ട് പോലും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല എന്ന ഒരു ക്രെഡിറ്റ് കൂടി സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക് എന്താണ് ഈ പ്രശ്നത്തിൽ? ഗോപികൃഷ്ണൻജി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ബഹുമാനായിട്ടുള്ള സമ്പത്ത് സാറ് ഇതുപോലെ പ്രതിസന്ധിയിലായിട്ടുള്ളൊരു ചർച്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം പരത്തി പറഞ്ഞു, പക്ഷേ പരത്തി പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നൊരു വേദന നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരുവിധമൊക്കെ ന്യായമായ കാര്യങ്ങളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. പക്ഷേ ഈ തവണ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഒരുവിധം അങ്ങോട്ട് പറഞ്ഞ് ഒപ്പിച്ചു എന്നുള്ളതാണല്ലോ. ഇതിൻ്റെ ഗോപികൃഷ്ണൻ്റെ ഈ ചോദ്യത്തിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. എന്താ ചോദ്യം ഉണ്ടായിരുന്നത്? 2023-24 പൈസ തന്നിട്ടില്ല. അങ്ങനെയില്ല സാർ. എന്താ കൊടുക്കാത്തത്? ഗോപികൃഷ്ണനാണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ ഒരു പണം ഒരു കാര്യത്തിന് നമ്മൾ വിനിയോഗിക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൊടുക്കുന്ന ആളുകളോട് നമ്മൾ കൊടുക്കുന്ന മാനദണ്ഡമുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പൈസ കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റില്ല എന്ന് അങ്ങോട്ട് കത്തെഴുതി അത് പാർട്ടി വേദികളിൽ പ്രസംഗിച്ച് തగ్గടിച്ച് നടന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണ്, ബഹുമാനിയായിട്ടുള്ള വീണ ജോർജ്. അതിനുശേഷം പിന്നെ അത് ആയിക്കോളാം, ഞങ്ങൾ അങ്ങനെ മാനദണ്ഡം പാലിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പൈസ ലാപ്സ് ചെയ്താൽ കൊടുക്കാതിരുന്നിട്ടും എന്ന് പറയണ്ട, കൊടുക്കാതിരുന്നിട്ടല്ല, കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട മാതൃകയിൽ കൊടുക്കാൻ നോക്കിയ സമയത്ത് സൗകര്യമില്ല എന്നിവർ എഴുതി അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ട് കൊടുക്കാൻ സാധ്യമാവില്ല, അത് ലാപ്സായി പോയത്. പിന്നീട് വന്ന വർഷങ്ങളിലെ കാശ് കൃത്യമായിട്ട് തന്നെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, അധികവും കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഗോപികൃഷ്ണൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികൾ ആരോഗ്യമന്ത്രിയോട് ചോദിച്ച സമയത്ത് ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞത്? അല്ല, ഇല്ല എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പൈസ തന്നില്ല എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ കുടിശ്ശിക കിട്ടാണ്ടെന്ന് പറഞ്ഞു. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ടേബിളിൽ വെച്ചിട്ടുണ്ട്, കിട്ടാനില്ല അല്ലെങ്കിൽ കിട്ടാനുണ്ട് എന്ന് ഓപ്പണായിട്ട് നിങ്ങളോട് പറയാമല്ലോ. എന്താ പറയാഞ്ഞ്? അത് പറയാത്തത് എന്താ വെച്ചാൽ ആ കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടി തന്നെയാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ ബഹുമാനനായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിലപാട് എന്താണ് എന്നും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതും കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. പോസിറ്റീവായിട്ടാണ് ആ തീരുമാനമെടുത്തത്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഇപ്പോഴല്ല കേട്ടോ, അദ്ദേഹം ചാർജ് എടുത്ത സമയത്ത് കണ്ട സമയത്ത് ഈ വിഷയം ഉന്നയിച്ചുവെന്നും ആ ഉന്നയിച്ച സമയത്ത് പോസിറ്റീവായിട്ട് എടുത്തുവെന്നും അത് അർജൻറ്റായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ബോധ്യമുണ്ട് എന്നും കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലുള്ള തീരുമാനം. അത് അടിയന്തരമായി തന്നെ ആ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ആ തീരുമാനത്തിൻ്റെ ഗുണം ഈ ആശാ അമ്മമാരിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായ കാര്യം. ഇവിടെ എന്താണ് വിഷയമുള്ളത്? കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ബഹുമാനനായിട്ടുള്ള സമ്പത്ത് സാറുടെ പാർട്ടി അങ്ങ് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളല്ലേ. അങ്ങനെയാണെങ്കിൽ ഉല്ലാസ് ബാബു, അതിനകത്ത് ചെറിയ സംശയം. അതായത് 2006 ഇപ്പോൾ കേന്ദ്രം നൽകുന്ന 3000 രൂപ, അതായത് ഓണറേറിയം ആശമാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് 7000 രൂപ ഓണറേറിയമാണ്. അതിൽ കേന്ദ്രം നൽകുന്ന 3000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് 1600 രൂപ കേന്ദ്രവും 1400 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. ഈ അനുപാതം, അതായത് അവരുടെ സേവനത്തിനുള്ള ഇൻസെൻറ്റീവ് 60:40 എന്ന അനുപാതത്തിൽ നൽകാനുള്ള തീരുമാനം 2006 കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തുക എന്ന നിലയിലാണ് കൊടുക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണോ അതോ കേരളത്തിനാണോ? പറഞ്ഞൊരു കാര്യം പറയട്ടെ. 58 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന സമയത്ത് നിജേഷിനും ഈ ബഹുമാനായിട്ടുള്ള CPM-ൻ്റെ പ്രതിനിധിക്ക് എനിക്ക് മറുപടി പറയണം. ആ മറുപടി പറഞ്ഞതിന് ശേഷം അങ്ങ് ചോദിച്ച ചോദ്യത്തിന് പറയാം. അങ്ങ് ആ സമയത്തൊന്നും ഇത് ചോദിച്ചില്ലല്ലോ, കേന്ദ്രം എന്ന് അങ്ങ് ചോദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞാലെന്ന് അതിനെന്താ കുഴപ്പമുള്ളത്? കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇവർ പറയുന്ന വിഷയം എന്താണ്? ആശാ അമ്മമാരുടെ കാര്യം വളരെ വ്യക്തമാണ്. ഇനിയിപ്പോൾ ഓണററി എന്നുള്ള പേരിലായാലും കുഴപ്പമില്ല, ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ പേരിലായാലും കുഴപ്പമില്ല, സാമ്പത്തികപരമായിട്ട് ഗുണം കിട്ടുന്ന രീതി. അതെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന തൊഴിലിന് കൃത്യമായിട്ടുള്ള വേതനം എന്ന് പറഞ്ഞാൽ കൂടുതൽ സാമ്പത്തികം അവർക്ക് കിട്ടണം. കാരണം അവർ അർഹതപ്പെട്ടിട്ടുണ്ട്. ഇത് തുടങ്ങുന്ന സമയത്ത് 3-4 കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തിരുന്നത്. ഇന്ന് 45ഓളം ഹെഡുകളാണ് ആശാമ്മമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കണം, ഉത്തരവാദിത്വമുണ്ട്. അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ഇവിടെയും പരിഗണിക്കപ്പെടണം. സംസ്ഥാന സർക്കാർ CPIM-ൻ്റെ പാർട്ടി ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇറക്കിയിട്ടുള്ളവരുടെ പ്രകടന പത്രികയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓണറേറിയം എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓണറേറിയം കൂട്ടിയത് കാലാകാലമായി ഞങ്ങളാണെന്നും അത് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്പത്ത് സാറേ അതിൽ എഴുതി വെച്ചത് നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്കാവുന്നില്ല എങ്കിൽ
ഈ ചൈൽഡ് കേന്ദ്രത്തിൻ്റെതാണ് എങ്കിൽ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്ത് മേടിച്ചു കൊടുക്കുന്നല്ല നിങ്ങളുടെ പ്രകടന പത്രത്തിൽ പറയേണ്ടത്. സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇറക്കിയിട്ട് നിങ്ങൾ എന്തിനാ പ്രചരണം നടത്തിയത്? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം ഒരു സമരം ചെയ്യുന്ന സമയത്ത് 39 ദിവസമായിട്ട് സമരം ചെയ്യുന്ന സമയത്ത് ആ സമരക്കാരോട് നിങ്ങൾ കാണിച്ച നീതി എന്താ? ആ സമരക്കാരോട് നിങ്ങൾ സംസാരിക്കാത്തത് എന്താ? ആ സമരം തീർത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കാൻ കേരളത്തിലൊരു ആരോഗ്യമന്ത്രിക്ക് പ്രാപ്തിയില്ല എന്ന് ഞങ്ങൾ കരുതണോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതിൽ താല്പര്യമില്ല എന്ന് കരുതണം? ഗോപികൃഷ്ണ, ഇതിനകത്ത് ഏറ്റവും കൂടുതലുണ്ടായ വിഷയം പൊളിറ്റിക്കൽ ഈഗോയാണ്. പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ മാഷറുടെയും വീണ ജോർജിൻ്റെയും സർവോപരി CPIMൻ്റെയും പൊളിറ്റിക്കൽ ഈഗോ ആണ്. ഇവരുടെ സമരത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല. ഇവരുടെ സമരത്തിന് മുമ്പിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് നമുക്ക് ക്ഷീണമാണ് എന്നുള്ള ഈഗോ, കോംപ്ലക്സ്, കുശുമ്പ് ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. അമ്മമാർ എന്ന് പറയപ്പെടുന്ന കുറേ നേരം സമരം ചെയ്ത് പൊയ്ക്കോളും എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി. ഒരു സംശയവും വേണ്ട, അവർ നേടിയെടുത്തിട്ട് തന്നെ പോകുള്ളൂ. കാരണം അവരുടെ തീരുമാനങ്ങൾ ഉറച്ച തീരുമാനമാണ്, അത് ന്യായവുമാണ്. കേന്ദ്ര സർക്കാരിന് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യുകയും ഒപ്പം തന്നെ ഇവർക്ക് കൂട്ടിക്കൊടുക്കേണ്ട വിഹിതം കൃത്യമായി തന്നെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. ബഹുമാനനായിട്ടുള്ള കേരളത്തിലെ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സഹമന്ത്രി അത് JP നദ്ദാജിയുമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഇവരോട് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ സംസാരിക്കുക മാത്രമല്ല അത് നടപടിയാക്കേണ്ട തീരുമാനങ്ങളും അത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയപ്പെടുന്ന DBT സിസ്റ്റത്തിലൂടെ ഈ അമ്മമാരുടെ കൈകളിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള പ്രവർത്തിയെങ്കിലും ശ്രമിക്കും എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവൃത്തി പരിപൂർണമായിട്ട് അവിടെ നടക്കുകയും ചെയ്യും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ, നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സമരം ചെയ്ത കാര്യങ്ങൾ അത് നിങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക. നിങ്ങൾ എന്തിനാണ് ഇവർ ആക്ഷേപിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇവർ സമരം ചെയ്യുന്ന സമയത്ത് ഗണഗുണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രസംഗിക്കണം? വിജയരാഘവൻ എന്തടിസ്ഥാനത്തിൽ പ്രസംഗിച്ചു? എന്തടിസ്ഥാനത്തിൽ ഗോപിനാഥൻ പ്രസംഗിച്ചു? എന്തടിസ്ഥാനത്തിൽ നിങ്ങളുടെ ദേശാഭിമാനി ലേഖന വിധി എന്താ? മറ്റുള്ള സമരങ്ങളോട് നിങ്ങൾ ഈ നീതിയാണോ കാണിച്ചിരുന്നത്? നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന സമരം നടത്തുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ സംഘടനകൾ നിങ്ങൾ ഇതുപോലെ ധിക്കരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ അവരോട് പെരുമാറുക? നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളെ ഇതേപോലെയാണോ സമ്മത് സാർ പറഞ്ഞ പോലെയാണോ എടുക്കാറ്? അല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തുമാവാം, നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ കേട്ടുകൊള്ളണം. അത് ധിക്കാരം തന്നെയല്ലേ? ആ കണ്ണാടി മിനി മേഡത്തിൻ്റെ മുഖത്തേക്ക് തിരിച്ചു വെക്കേണ്ട കാര്യമില്ല. ആ കണ്ണാടി തിരിച്ചു വെക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയുടെ ഒപ്പം ഈ കണ്ണാടി തിരിച്ചു വയ്ക്കുക. എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളും ഈ കണ്ണാടിയിൽ കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് പറഞ്ഞത്. നിങ്ങൾ ആശാ അമ്മമാർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ വോട്ട് മേടിച്ചിട്ടുണ്ടെന്നേ. ഇവരുടെ എടുത്ത പ്രവർത്തനങ്ങൾ പരിപൂർണമായി നിങ്ങൾ വോട്ട് മേടിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ. ഇവരെടുത്ത പ്രവർത്തനങ്ങൾ വെച്ച് നിങ്ങൾ 1-ാം നമ്പറാകാൻ ഓടിയിട്ടുണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് അവരോട് കുറ്റം പറയുക, കൊഞ്ഞനം കുത്ത എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായി തെറ്റാണ്. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഈഗോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യത്തിന് സാമ്പത്തികമില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. ഇന്ന് മന്ത്രി വീണ ജോർജ് പോയിട്ടുള്ളത് ഈ അമ്മമാരുടെ വിഷയം പരിഹരിക്കാനാണോ? ഗോപികൃഷ്ണ പറ. ഇന്ന് വീണ ജോർജ് ഡൽഹിക്ക് പോയിട്ടുള്ളതിൽ ഏക അജണ്ട എന്ന് പറയപ്പെടുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ കാര്യങ്ങൾ സംസാരിച്ച് ആ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനാണോ അല്ലയോ കൂടിക്കാഴ്ചയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന ശേഷമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതൊരു അജണ്ടയിലില്ലെന്ന് ഇവരുടെ. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ മൂടി ഈ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അതുമാകാം എന്നവർ കരുതി എന്നുമാകണം. അവർ പോയത് ക്യൂബൻ ഡെലിഗേറ്റ്സുമായി സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ? അപ്പോഴും ആശാമ്മമാരുടെ പ്രശ്നം കേന്ദ്രവുമായി സംസാരിച്ച് അടിയന്തരമായി പ്രശ്നം പരിഹരിച്ച് ഈ കൊടും ചൂടിൽ ആ അമ്മമാരുടെ പ്രയാസങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കി അവരുടെ പ്രയാസങ്ങൾ തീർക്കുക എന്ന സതുദ്ദേശത്തിലല്ല വീണ ജോർജ് എന്ന് പറയപ്പെടുന്ന കേരളത്തിന്റെ ബഹുമാന്യയായ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത്. അവർക്ക് അവരുടെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. അപ്പൊ ഇത് എന്ന് പറയപ്പെടുന്നത് ഇവരുടെ അജണ്ടയിലില്ല ഈ പരിഹരിക്കപ്പെടണമെന്നുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈഗോയാണ്. ആ ഈഗോയും കോംപ്ലക്സും മാറ്റിവെച്ചെങ്കിൽ മാത്രമാണ് പരിഹരിക്കപ്പെടുകയുള്ളൂ. ശ്രീ ഉല്ലാസ് ബാബു, അതായത് ഞാൻ ചോദിച്ചത് അത് തന്നെയാണ്. 2006 കേന്ദ്രം തീരുമാനിച്ച തുകയാണ് നൽകുന്നതെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനും കേന്ദ്രം തീരുമാനിച്ചാൽ പോരെ? താങ്കൾ പറഞ്ഞതുപോലെ ബഹുമാന്യനായ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ലേ ഇതുള്ളൂ? എന്തിനാണ് ഈ സംസ്ഥാന സർക്കാരിന് മേൽ ഇങ്ങനെ പഴിചാരി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമേ ഇല്ലല്ലോ? കേന്ദ്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം എന്ന നിലയിൽ ആണോ ഗോപികൃഷ്ണ? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന
ആരോഗ്യ വിഷയങ്ങൾ, സംസ്ഥാനത്തിന് ഇംപ്ലിമെൻറ്റിംഗ് പവറുള്ള ആരോഗ്യ വിഷയം, ആ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ ആരോഗ്യ വിഷയത്തിൽ ഞാൻ അങ്ങേക്ക് തന്നെ അയച്ചു തന്നൊരു കാര്യമുണ്ടല്ലോ. ആ ആരോഗ്യ ലിസ്റ്റിൽ സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന മറ്റ് സഹായങ്ങൾ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ കേന്ദ്രത്തിൻ്റെ സഹകരണം ഉണ്ടാവുക, ഇത്യാദി കാര്യങ്ങളാണ് കേന്ദ്രത്തിന് സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൽ കേന്ദ്രം വരുത്തേണ്ട മാറ്റങ്ങളും ഉയർത്തേണ്ട കാര്യങ്ങളും കേന്ദ്രം 100% പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. മറ്റത് കേരള സർക്കാർ തന്നെ തീരുമാനമെടുക്കേണ്ട കാര്യമാണെന്ന് ആശമാരുടെ സമരം ആശയറ്റ പ്രതിരോധമായി മാറുന്നുണ്ടോ? സെക്രട്ടേറിയറ്റ് പടിക്കൽ 39 ദിവസങ്ങൾ പിന്നിട്ട് നിരാഹാര സമരത്തിലേക്ക് അത് കടക്കുമ്പോൾ ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം എന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, എന്തുകൊണ്ടാണ് ആശമാരുടെ സമരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ സമീപനത്തെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കാത്തത്? രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോഴും രാഷ്ട്രീയ കൂട്ടുകെട്ട് എന്ന ആരോപണം ഇപ്പോൾ മന്ത്രി പി രാജീവ് സംസാരിച്ചപ്പോൾ ഈ ആശമാരുടെ സമരത്തിൻ്റെ കാര്യമായാലും അതല്ലെങ്കിൽ അംഗനവാടി ജീവനക്കാരുടെ ഈ സേവന വേതന വ്യവസ്ഥകൾക്ക് മാറ്റത്തിന് വേണ്ടിയുള്ള സമരം ആവശ്യമായാലും ഈ രണ്ട് കാര്യങ്ങളിലും ഇത്തരമൊരു ആരോപണമാണ് പ്രതിപക്ഷം നേരിടേണ്ടി വന്നത്. ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു, അതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന ആരോപണം നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷത്തിനാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിന് മറുപടി പറയുക? ആകാശത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ ആകാശത്തേക്കല്ലേ നോക്കുന്നത്, കൈക്ക് നേരെയാണോ? ആശാ വർക്കർമാർ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ? ഇതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആശാ വർക്കർമാരുടെ സമരം ന്യായമാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾ ആ സമരത്തിനോടൊപ്പം നിൽക്കുന്നു. ന്യായമായ സമരം ആര് ചെയ്താലും അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. ഞങ്ങൾ ആ ധർമ്മം നിർവഹിക്കുന്നു, അത്രയേ ഉള്ളൂ. രണ്ടാമത്തത്, ശ്രീമതി വീണ ജോർജ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക നോക്കിയിട്ടാണ് കാര്യങ്ങൾ വരുന്നത് പറഞ്ഞൊരു പേജ് അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ പേജിനകത്ത് കുറെ താഴോട്ട് പോയി കഴിഞ്ഞാൽ 50 ഇന പരിപാടികളിൽ 45ാമത്തെ ഇനമാക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ശ്രീ സമ്പത്ത്. സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി ഉയർത്തും. അങ്കണവാടി, ആശാ വർക്കർമാർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. ഇത്രയേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതങ്ങ് നടപ്പിലാക്കിയാൽ പോരെ? ഇത് നടപ്പിലാക്കുന്നതിന് പകരം ഈ ന്യായം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ശ്രീ സമ്പത്ത് പറഞ്ഞു, വിദ്യാർത്ഥി സമരകാലത്ത് അദ്ദേഹത്തിന് ഏറ്റ ആഘാതത്തിൻ്റെ ചികിത്സക്കിടയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. തീർച്ചയായും ശരിയാണ് സമ്പത്ത്. നിങ്ങളായാലും ഞാനായാലും വിദ്യാർത്ഥി സമരകാലത്ത് അടികൊണ്ടും മർദ്ദനമേറ്റും ഒക്കെയാണ് പോയത്. പക്ഷേ ഇതൊന്നും അനുഭവിക്കാത്ത ചില ആളുകളെ പിടിച്ച് നിങ്ങൾ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. അതിൻ്റെ തിക്തഫലമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി വർഗ, വിദ്യാർത്ഥി വർഗ, രാഷ്ട്രീയവും പറയാനില്ലാത്ത, ഒരു പാർട്ടി ക്ലാസും കേൾക്കാത്ത, ഒരു അനുഭവമില്ലാത്ത ചില ആളുകളെ പിടിച്ച് ചില കാര്യങ്ങൾക്ക്, ചില സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ പിടിച്ച് മന്ത്രിയാക്കിയപ്പോൾ, MLA ആക്കിയ സമയത്ത് ആടി ഉലയുന്ന കപ്പലിൽ ഒരു കപ്പിത്താനുണ്ട് എന്ന വല്ലാത്ത പുകഴ്ത്തൽ വാഴ്ത്തുപാട്ടിനെ നിങ്ങൾ അംഗീകരിച്ചു പോയ സമയത്ത്, ഒരു ചെങ്കടിയുണ്ട്, മഹാചെങ്കൊടിയാണ് എന്ന് പറയുന്നതാണ് ശരി എന്നൊക്കെ വെച്ച സമയത്ത് നിങ്ങൾ പിടിച്ച് മന്ത്രിമാരാക്കിയതിന്റെ അല്ല, അങ്ങനെ പറയുമ്പോൾ നിജേഷ് ഒരു 1-2 കാര്യങ്ങളുണ്ട്. മാധ്യമപ്രവർത്തനം വളരെ സുഖകരമായ ഒരു ജോലിയായിരുന്നു എന്നൊരു സൂചന ഉണ്ട്. അതുപോട്ടെ, എന്നൊരു ദുസ്സൂചന ഉണ്ട്. അതുപോട്ടെ, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ല, വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്ന തീരുമാനമല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ. വീണ ജോർജിനെയാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ വീണ ജോർജ് എന്ന വ്യക്തിക്ക് എടുക്കാവുന്ന തീരുമാനങ്ങളല്ലല്ലോ ശ്രീ നിജേഷ് അരവിന്ദ്. ഇത് സർക്കാരിന്റെ തീരുമാനമാണ്, സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇടതുപക്ഷ സർക്കാരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, ആ മന്ത്രി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് വീണ ജോർജ്. അതുകൊണ്ട് വീണയുടെ സമര പാരമ്പര്യമോ വീണ ജോർജിന്റെ മറ്റു തരത്തിലുള്ള ഈ രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്തോ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ തീരുമാനമെടുക്കുന്നതിന് അവരുടെ മാനദണ്ഡമായി നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമേ ഇല്ല, ഏത് സർക്കാരാണെങ്കിലും. കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിൽ CPM ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. അന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകളും ഹൈലൈറ്റ് ചെയ്യപ്പെടും, യാതൊരു സംശയവും വേണ്ട. ഒരു തൊഴിലാളി വർഗ സമരത്തിനോട് കാണിക്കുന്ന സമീപനം കൂട്ടായി എടുക്കേണ്ട ചർച്ചയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, പി രാജീവ് നിയമസഭയിൽ ചോദ്യം ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞതാണ്, നീയൊക്കെ ഇന്നലെ വന്ന ആളാണ്, നിനക്കൊന്നും വഴങ്ങിത്തരേണ്ട കാര്യമില്ല. ഒരു ഫ്യൂഡൽ മാടമ്പിത്തരമാണ് ആ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. വീണ ജോർജിന്റെ ഭാഗത്തുണ്ടായ സമീപനം പ്രകടന പത്രികയുടെ മുഴുവൻ വായിക്കാത്ത ആദ്യത്തെ പേജ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ
25,000 ആളുകളുള്ളതിൽ 400 പേർ മാത്രമേ സമരത്തിന് വന്നിട്ടുള്ളൂ എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ശ്രീ സമ്പത്തിനോട് ചോദിക്കട്ടെ, കേവലം ഒരു സാധാരണ SFI പ്രവർത്തകന്റെ പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ നമ്മൾക്ക് ചെഗുവേരയുടെ ചിത്രം കാണാം. അർജന്റീനയിൽ ജനിച്ച് ക്യൂബയിൽ വന്ന് മന്ത്രിയായി പോരാട്ടം നടത്തി പിന്നീട് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് നേരെ ബൊളീവിയയിൽ പോയി പോരാടി മരണപ്പെട്ട ചെഗുവേരയുടെ ചിത്രം ഇന്നും SFIക്കാർ എടുത്ത് കാണിക്കുന്നുണ്ട് എങ്കിൽ അത് ആൾബലം കൊണ്ടല്ല, അത് പോരാട്ടത്തിന്റെ ആശയമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്. ആ ആശയമാണ് പറയുന്നത് എങ്കിൽ ആശാവർക്കർമാരിൽ എത്ര ആളുണ്ട് എന്നല്ല ചോദിക്കേണ്ടത്, അവരുടെ സമരത്തിന് നിലപാട് എന്താണ് എന്നാണ് ചോദിക്കേണ്ടത്. ഇന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ, പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കകത്തുള്ള മന്ത്രിമാരുടെ മുഖഭാവമാണെങ്കിലും പ്രവർത്തനമാണ് എങ്കിലും അത് നേരത്തെയുള്ള കമ്മ്യൂണിസ്റ്റ് ഞാൻ നേരത്തെ കോട്ട് ചെയ്ത AKGയുടെയോ EMSന്റെയോ സഖാവ് കൃഷ്ണപിള്ളയുടെയോ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു മുതലാളിത്ത സമീപനത്തിലേക്ക് പോകുന്നുണ്ട്. തൊഴിലാളികളെ നത്തിങ് ടു ലോസ് ബട്ട് ചെയിൻസ് എന്നൊക്കെ പഠിപ്പിച്ച തൊഴിലാളി വർഗ സർവാധിപത്യം സ്വപ്നം കാണുന്ന വിപ്ലവത്തെ മാത്രം സ്വപ്നം കണ്ട ആളുകളിൽ നിന്ന് ഇന്ന് മുതലാളി വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. തൊഴിലാളി ശ്രീമതി മിനി സമരസമിതി പ്രതിനിധി ശ്രീമതി മിനിയിലേക്ക് ഒന്ന് പോകട്ടെ. നിജേഷ്, ഞാൻ വരാം. ശ്രീമതി മിനി, ഇവിടെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ. ഇനി അതിനോടുള്ള താങ്കളുടെ മറുപടിയാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇവിടെ സമ്പത്ത് സാറ് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പകുതിയിലേറെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിദ്യാർത്ഥി കാലത്തെ രാഷ്ട്രീയവും അതുണ്ടാക്കിയ ശാരീരിക ബുദ്ധിമുട്ടിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുക എന്നതിനും അപ്പുറത്തേക്ക് ഈ സമരം ഉന്നയിക്കുന്ന ഡിമാൻഡ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ ആശാ വർക്കർമാരോടൊപ്പമാണ്. എൻ്റെ ആശമാരെന്നാണ് പറയുന്നത്. 40,000 തന്നാലും മതിയാവില്ല, 25,000 തന്നാലും മതിയാവില്ല. പിന്നെ എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? തരാൻ ഉദ്ദേശിക്കുന്നില്ല, തരില്ല. പകരം നിങ്ങൾ സമരം നിർത്തിപ്പോകണം. ഇതെങ്ങനെയാണ് ഒരു 39ാമത്തെ ദിവസം ഇരുന്ന് ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവരാരുടെ ആളുകളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാവപ്പെട്ട ആളുകൾ അവരുടെ കുടുംബം പുലരുന്നത് ഈ ചെറിയ തുക കൊണ്ടാണ്. ഒരു ദിവസം നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ? 7,000 രൂപയുടെ കണക്ക് വന്നത് 7,000 രൂപ കിട്ടില്ല കേട്ടോ, ഉപേക്ഷണ 7,000 കിട്ടില്ല. അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം എടുത്തു മാറ്റിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം എടുത്തു മാറ്റിയിട്ട് അത് ഇൻസെൻറ്റീവിന് കൊണ്ടുവച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് ഇൻസെൻറ്റീവ് കുറഞ്ഞാൽ ഓണറേറിയം പകുതിയായി കുറയുമെന്ന് പറയുന്നു. ഇന്നലെ ഞങ്ങളത് മന്ത്രിയുടെ ചർച്ചയിൽ ചോദിച്ചപ്പോൾ പറയുകയാണ്, നിങ്ങൾ 2 ദിവസം പണിയെടുത്താൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടുന്ന പുതിയ വാദം പറയുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മറ്റു ജോലിക്ക് പോകാം. അപ്പം ഞങ്ങൾ ഇത്രേ തരുവുള്ളൂ, കുടുംബം പുലർത്തണമെങ്കിൽ നിങ്ങൾ മറ്റു ജോലിക്ക് പോകുന്നതിന് തടസ്സമില്ലെന്നാണ് ഇന്നലെ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പം നിർബന്ധിത ജോലിയായി ഇത് നിശ്ചയിച്ചിരിക്കുകയും രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കേണ്ടതൊരു പ്രവൃത്തിയായി മാറുകയും ചെയ്തിട്ട് പറയുന്നു നിങ്ങൾക്കിത് മറ്റൊരു ജോലിക്ക് പോയി നിങ്ങൾ കുടുംബം പുലർത്തിക്കൊള്ളണമെന്ന്. അപ്പോൾ വിചിത്രമായ വാദം, ഒരു വ്യക്തതയില്ല. നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു മന്ത്രിയെ സംബന്ധിച്ച് ഇതിനൊരു വ്യക്തതയില്ല, ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നു, എവിടെ നിന്നൊക്കെയോ ചില ക്യാപ്സ്യൂളുകൾ കിട്ടുന്നു, അതൊക്കെ പറയുന്നു, പിറ്റേ ദിവസം അതെടുത്ത് വീണ്ടും കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം പറയുന്ന കാര്യം രാവിലെ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ മാറ്റി പറയേണ്ടുന്നത്. അപ്പോൾ പിന്നെ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും എടുത്ത് പ്രയോഗിക്കാവുന്നത് സമരസമിതിയെ ആക്ഷേപിക്കുക, നേതാക്കളെ കരിവാരത്തേക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, വനിതാ ശിശു വികസന മന്ത്രി കൂടിയാണ് ശ്രീമതി വീണ ജോർജ്. ഈ തെരുവിലിരിക്കുന്ന സ്ത്രീകളെ ഈ ആളുകൾ ആക്ഷേപിച്ചിട്ട് എന്ത് നടപടിയെടുത്തു? മറ്റു കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്താ പറയുക? സുരേഷ് ഗോപി വന്നപ്പോൾ എന്ത് കൊടുത്തെന്നാണ് പറഞ്ഞത്? എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഈ കേരളത്തിലെ സ്ത്രീകൾ വെറുതെ വിടുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളടുത്ത് പറഞ്ഞു മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണാനല്ല നിയമസഭയിൽ പോയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കടക്ക് പുറത്തുനിന്ന് ആ വാക്ക് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി മീറ്റിംഗ് നടത്താം. ഞങ്ങൾ ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റിൽ പോവാം. അപ്പം ഞങ്ങൾ നിയമസഭയിൽ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി മീറ്റിംഗ് നടത്താം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മീറ്റിങ്ങിനാണ് വന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു വ്യക്തതയില്ല. അപ്പോൾ ഇതൊന്നും നമ്മളടുത്ത് വേണ്ട. നമ്മൾ വരിയാഹാരം കഴിക്കുന്ന ആളുകളാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ദയവ് ചെയ്ത് ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം എന്തിന് ആശാവർക്കർമാരുടെ തലയിൽ വെക്കുന്നു? പന്തലവിടെ ഒരു പൊതുസ്ഥലത്താണ് ഇരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും കടന്നു പോകുന്ന പെരുവഴിയിലാണ് ഞങ്ങൾ സമരം ചെയ്തത്. അവിടെ ആർക്കും കടന്നു വരാം. അവിടെ കടന്നു വരുന്ന ഒരാൾ അയാൾ CPM കാരനാണോ BJP കാരനാണോ കോൺഗ്രസ് അനുഭാവിയാണോ ഞങ്ങൾ പരിശോധിക്കാറില്ല. അവരുടെ ജാതകം ഞങ്ങൾ നോക്കുന്നില്ല. അവിടെ വരുന്നത് ശത്രുവാണോ മിത്രമാണോ നോക്കുന്നില്ല. ഞങ്ങൾ വരുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ സൗമ്യമായി സംസാരിച്ച് ഞങ്ങളുടെ ആവലാതികൾ പറയുന്നു, പിന്തുണയ്ക്കാൻ പറ്റുന്നവർ പിന്തുണയ്ക്കുന്നു. ഇന്ന് ശ്രീമാൻ വിജയരാഘവൻ്റെ അഭിപ്രായം കേട്ടുകൊണ്ട് ആശാവർക്കർമാർ ഒരു കാര്യം പറഞ്ഞു,
ഫീൽഡിൽ പോയി പ്രവർത്തിച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ പ്രവർത്തിച്ചാൽ കിട്ടുന്നത് ഈ പറയുന്ന 7000 രൂപയ്ക്ക് കിട്ടുന്നത് 232 രൂപ. അങ്ങനെ പണം കൊടുത്ത് ഭക്ഷണവും കിട്ടുമെങ്കിൽ ഏറ്റവും നല്ല പണി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയി ഇരിക്കുന്നത് തന്നെയാണെന്ന് ആശാവർക്കർമാർ തീരുമാനിക്കുക. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളുടെ തലയിലേക്ക് കെട്ടിവെക്കരുത്, സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ മനുഷ്യരാകണം. മനുഷ്യനാകണമെന്ന് സമ്മേളന സ്ഥലത്ത് പാട്ടിട്ടാലാവില്ല. മനുഷ്യനാകണം. മനുഷ്യൻ്റെ രൂപം പോരാ, മനുഷ്യൻ്റെ സ്വഭാവം വേണം. അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെയും പാവപ്പെട്ടവൻ്റെയും തൊഴിലാളികളുടെയും കാര്യങ്ങൾ കാണാൻ പറ്റണം. എന്താ പറഞ്ഞത്, പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് ഒരു കാലത്ത് വിളിച്ചിരുന്നു. ഇന്നത് പറയുന്നത് വേറെ ആവശ്യങ്ങൾക്കാണെന്നറിയാം. പക്ഷേ ഇവിടെ പണിയെടുത്താൽ കൂലി കൊടുക്കണം. അങ്ങനെ കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാൻ, ഇനി പണി ചെയ്യാൻ കേരളത്തിലെ ആശാവർക്കർമാർ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. നിങ്ങളെന്താ സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നത്? എന്താ ഉപരോധിച്ച് എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു നിയമലംഘന പരിപാടി നടത്താൻ കേരളത്തിലെ സ്ത്രീകൾ തയ്യാറായിരിക്കുന്നു. അവിടെ 2 ദിവസം കഴിയുമ്പോൾ കക്കൂസില്ലെന്ന് പറഞ്ഞ് മൂടും തൊട്ടി പോയില്ല. ഞങ്ങൾ 39 ദിവസം സമരം ചെയ്യാണ്. സ്ത്രീകൾക്ക് എങ്ങനെയാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്? നമ്മൾ സമരം കണ്ടിട്ടുണ്ട്. 4-ാം ദിവസം കക്കൂസില്ല എന്ന് പറഞ്ഞ് പോയ സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ആ സമരമല്ല, ഇത് ഉറച്ച ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന സമരം. ഞങ്ങളുടെ പിന്തുണ ഏറുക തന്നെയാണ്. അത് ആശാവർക്കർമാരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും ഇന്ന് ആശാവർക്കർമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഏത് പ്രദേശത്ത് ചെന്നാലും ആളുകൾ ആദ്യം ആശാവർക്കർമാരുടെ സമരത്തിന് നിങ്ങൾ പിന്തുണയുണ്ടോ? ഇന്നൊരു മനുഷ്യനാകണമെങ്കിൽ അവൻ്റെ ഉരകല്ല് നിങ്ങൾ ഈ സമരത്തോടൊപ്പമാണോ അല്ലയോ എന്നുള്ളത് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പം ന്യായീകരണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അതിന് നീർക്കുമളയുടെ ആയുസ് പോലും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ എ സമ്പത്ത്, താങ്കളുടെ മറുപടി. നമുക്കിനി ആകെ ഒരു 3 മിനിറ്റേ ഉള്ളൂ. ഞാനതുകൊണ്ട് വളരെ വേഗത്തിൽ പറയാം. ഗോപികൃഷ്ണൻ, ഒന്ന്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചങ്ങാതി മഹാനായ AKG എല്ലാം വളരെ പ്രകീർത്തിച്ചു പറഞ്ഞതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അങ്ങനെ ഒരു നല്ല വാചകം ശ്രീ നിജേഷിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട്. എന്നാൽ ഇതേ നിജേഷിൻ്റെ പ്രായത്തിൽ തന്നെയുള്ള ഒരു കാലത്തെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 1977 മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുമ്പിൽ വിളിച്ച മുദ്രാവാക്യം, കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല, സുന്ദരിയാമൊരു സുശീലാമ്മയെ വിട്ടുപിരിയാൻ മടിയാണോ എന്നുള്ളതാണ്. ഇനി EMS-നെതിരായി വിളിച്ച മുദ്രാവാക്യം വിക്ക നമ്പൂതിരി എന്നൊക്കെ ഉള്ളത് ഞാനിനി അതിനെപ്പറ്റിയൊന്നും ആവർത്തിക്കുന്നില്ല. ഇത്തരത്തിൽ ഏറ്റവും മ്ലേച്ഛമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ശീലിച്ചതായിട്ടുള്ള ആളുകൾ, പല ആളുകളും അവർ മറന്നുപോയിട്ടുണ്ടാവുമെങ്കിലും ഞങ്ങൾ പലരും മറന്നിട്ടില്ല. ആ നേതാക്കൾ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ മിനിയോട്, ഒരു മാന്യ വനിതയാണ്, ഞാൻ അവരുപയോഗിച്ച പദപ്രയോഗങ്ങളും അവരുടെ മനസ്സിലുള്ള ആ ഒരു വല്ലാത്തതായിട്ടുള്ള ഒരു എന്ത് പറയാൻ വൈരവും അങ്ങനെ അതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് മറുപടി പറയാത്തത് മിനി ഒരു വനിത ആയതുകൊണ്ടല്ല, എന്നെ ഒരമ്മ നൊന്തു പെറ്റതായതുകൊണ്ടും ആ അമ്മ പ്രസവിച്ചപ്പോൾ എൻ്റെ ചിരിയും എൻ്റെ കരച്ചിലും എൻ്റെ ആദ്യം സ്പർശിച്ചതും എൻ്റെ അമ്മയ്ക്ക് പകരം ഏതോ ഒരു നഴ്സോ അല്ലെങ്കിൽ ഒരു മിഡ്വൈഫോ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ മിനി ഒരു വനിത ആയതുകൊണ്ടല്ല അതേ ഭാഷയിൽ ഞാൻ മറുപടി പറയാത്തത്. ഈ ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്നുള്ള നാടകം നമ്മളെല്ലാം വായിച്ചിട്ടുണ്ടല്ലോ. അതിൽ കാഷ്യസ് എന്നുള്ളൊരു കഥാപാത്രം ബ്രൂട്ടസിനോട് പറയുന്നുണ്ട്, സ്വയം കാണാൻ കഴിവില്ലാത്ത നിനക്ക് നിന്നെ തിരിച്ചറിയാനും കണ്ടെത്താനും ഞാനൊരു കണ്ണാടിയായി നിന്നു തരാം, അങ്ങനെയെങ്കിലും നീ നിൻ്റെ തെറ്റുകൾ കണ്ടെത്തൂ എന്നുള്ളത്. ഇവിടെ ഈ ഒരു വിഭാഗം ആശാ വർക്കർമാരായ സഹോദരിമാരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ സമരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയും അതിൻ്റെ നേതൃത്വവുമുണ്ട്. നമ്മൾ ഈ അണലിപ്പാമ്പിനെയും മഞ്ഞച്ചേരയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. പക്ഷേ അണലിപ്പാമ്പും മഞ്ഞച്ചേരയുമാണ് ഇവിടെ ദുരുപദിഷ്ടമായിട്ടുള്ള ഈ സമരത്തിലേക്ക് അവരെ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും ലഭ്യമാകേണ്ടതായിട്ടുള്ള ആ വിഹിതം ലഭ്യമാകുന്നതിന് വേണ്ടി അത്തരത്തിൽ ആ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം, നിയമ പോരാട്ടം, ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും 1 കോടി ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ഈ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമിലുള്ളവർ നടത്തുന്ന ദേശവ്യാപക പ്രക്ഷോഭത്തിനെ അടക്കം തുരങ്കം വയ്ക്കാൻ, ആ വർഗൈക്യത്തെ തകർക്കാനും വേണ്ടി ബോധപൂർവം നടത്തുന്നതായ ഒരു പരിശ്രമമാണ്. ആ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലായിരിക്കുമല്ലോ ഏറ്റവും വലിയ ചലനം ഉണ്ടാകുക. കണ്ടില്ല എന്നതായിരിക്കും ശ്രമിക്കുന്ന പരിഹാരം ആത്മാർത്ഥത ഉള്ളതാണെന്ന് കരുതുക. ഞങ്ങളിപ്പോൾ ഇതിൽ 13,600 രൂപ ഒരാൾക്ക് കയ്യിൽ കിട്ടുന്നു എന്ന് വയ്ക്കുക, ഒരു ആശാ വർക്കർക്ക് കിട്ടുന്നു എന്ന് വയ്ക്കുക. ഈ കണക്ക് സത്യമാണല്ലോ. അങ്ങനെ അതല്ല, ഇനി അതിൽ കുറവാണെങ്കിൽ 13,600 എന്നുള്ളത് ആ മാസം കിട്ടിയില്ല, അടുത്ത മാസം ഇനി പറഞ്ഞ അത്ര നിങ്ങൾ അങ്ങ് ഫോർ ദാറ്റ് ഈ പറയുന്നല്ലോ ആർഗ്യുമെൻ്റ് അങ്ങ് അനുവദിച്ചു കൊടുത്തേക്കുക ആ വനിതയ്ക്ക്. ഇതിൽ 10,000 രൂപയും സംസ്ഥാന സർക്കാരിൻ്റേതല്ലേ സഹോദരി? ഈ 13,600 രൂപയിൽ 10,000 രൂപയും സംസ്ഥാന സർക്കാരിൻ്റേതല്ലേ?
എത്രയാണ് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നത്? അറിയേണ്ട ഒരു കാര്യം, പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്ന കാലത്ത് ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളിൽ അതിൻ്റെ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിൽ എന്താണെന്ന് വെച്ചാൽ അന്ന് ഇന്ത്യ ഗവൺമെൻറ് 38:2 സംസ്ഥാനങ്ങൾ 62 എന്നതായിരുന്നു വീതം വയ്പ്. എങ്ങനെ? നികുതി വിഹിതത്തിൽ, ഗ്രാൻഡ് ഇൻ എയ്ഡിൽ, മറ്റു വിധത്തിലുള്ള കാര്യങ്ങളിലെല്ലാം 38:62 എന്നുള്ളത്. ഇപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് ഏതാണ്ട് 70, സംസ്ഥാനങ്ങളുടെ കൈകളിലേക്ക് 30. എന്നിട്ടോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെല്ലാം സംസ്ഥാന സർക്കാരുകൾ. അതിൻ്റെ എല്ലാ ഭാരങ്ങളും അതിൻ്റേതായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തലയ്ക്കൽ. എന്നാലോ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ കണക്ക് ചോദിക്കുമ്പോഴാണ് വല്ലാത്ത ഈ വൈഷമ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങളും പറയാം. അത് തന്നെയല്ലോ മുമ്പ് ഓർമ്മയില്ലേ, PSC റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി വേണം എന്ന് പറഞ്ഞ് സമരം നടന്നു. പ്രതിപക്ഷം അടക്കം ആ കാര്യത്തെ ഏറ്റെടുത്ത് കൊണ്ടുപോയത്. വാളയാറിലൊരു അമ്മയുടെ കാര്യം ഓർമ്മയില്ലേ അങ്ങനെ എടുത്തുകൊണ്ടുപോയത്? സഖാവ് പിണറായി വിജയനെ പറ്റി ഇവിടെ ഒരു നല്ല കാര്യം പറഞ്ഞു. ഈ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റവും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി മരണത്തിന് കീഴടങ്ങാതെ തിരിച്ചു വന്ന ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, സഖാവ് പിണറായി വിജയൻ. ഞാനല്ല ഇത് പറയുന്നത്, BJPയുടെ നേതാവ് കൂടിയായിട്ടുള്ള ഗവർണർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും സഖാവ് പിണറായി ഏറ്റ മർദ്ദനത്തിനെ ഒന്ന് അത്തരത്തിൽ നിങ്ങൾക്ക് ഡോക്ടർ സമ്പത്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്, സമയം തീർന്നതുകൊണ്ട്. അതായത് ന്യായം നിരത്തിയത് കൊണ്ടോ വാദങ്ങൾ പറഞ്ഞതുകൊണ്ടോ പരസ്പരം കുറ്റപ്പെടുത്തിയത് കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്നതല്ല സെക്രട്ടേറിയറ്റ് പഠിക്കൽ 39 ദിവസം കഴിഞ്ഞ് നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുന്ന ആശമാരുടെ സമരം. അതിന് പൊതുസമൂഹം ആ സമരത്തിലെ മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നുണ്ട്, അവരുടെ ദൈന്യതയാർന്ന മുഖം കാണുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതൊരു തിരിച്ചടിയായി മാറും എന്ന മുന്നറിയിപ്പ് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എൻകൗണ്ടർ പ്രൈമിൽ ഇന്ന് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.